ഏശയ്യാ പ്രവാചകൻ്റെ പുസ്തകം അധ്യായം 42. കർത്താവിൻ്റെ ദാസൻ. ഇതാ ഞാൻ താങ്ങുന്ന എൻ്റെ ദാസൻ, ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ പ്രീതിപാത്രം. ഞാൻ എൻ്റെ ആത്മാവിനെ അവന് നൽകി. അവൻ ജനതകൾക്ക് നീതി പ്രദാനം ചെയ്യും. അവൻ വിലപിക്കുകയോ സ്വരമുയർത്തുകയോ ഇല്ല. തെരുവീഥിയിൽ ആ സ്വരം കേൾക്കുകയുമില്ല. ചതഞ്ഞ ഞാങ്ങണ അവൻ മുറിക്കുകയില്ല. മങ്ങിയ തിരി കെടുത്തുകയുമില്ല. അവൻ വിശ്വസ്തയോടെ നീതി പുലർത്തും. ഭൂമിയിൽ നീതി സ്ഥാപിക്കുന്നതുവരെ അവൻ പരാജയപ്പെടുകയോ അധീരനാവുകയോ ഇല്ല. തീരദേശങ്ങളും അവൻ്റെ നിയമത്തിനായി കാത്തിരിക്കുന്നു. ആകാശത്തെ സൃഷ്ടിച്ച് വിരിച്ചു നിർത്തുകയും ഭൂമിയെയും അതിലെ വിഭവങ്ങളെയും വ്യാപിപ്പിക്കുകയും അതിലെ നിവാസികൾക്ക് ജീവൻ നൽകുകയും അതിൽ ചരിക്കുന്നവർക്ക് ആത്മാവിനെ നൽകുകയും ചെയ്യുന്ന ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു: ഞാനാണ് കർത്താവ്. ഞാൻ നിന്നെ നീതി സ്ഥാപിക്കാൻ വിളിച്ചു. ഞാൻ നിന്നെ കൈക്ക് പിടിച്ചു നടത്തി സംരക്ഷിച്ചു. അന്ധർക്ക് കാഴ്ച നൽകുന്നതിനും തടവുകാരെ കാരാഗൃഹത്തിൽ നിന്നും അന്ധകാരത്തിലിരിക്കുന്നവരെ ഇരുട്ടറയിൽ നിന്നും മോചിപ്പിക്കുന്നതിനും വേണ്ടി ഞാൻ നിന്നെ ജനത്തിന് ഉടമ്പടിയും ജനതകൾക്ക് പ്രകാശവുമായി നൽകിയിരിക്കുന്നു. ഞാനാണ് കർത്താവ്, അതാണ് എൻ്റെ നാമം. എൻ്റെ മഹത്വം ഞാൻ മറ്റാർക്കും നൽകുകയില്ല. എൻ്റെ സ്തുതി കൊത്തുവിഗ്രഹങ്ങൾക്ക് കൊടുക്കുകയുമില്ല. പ്രവചനങ്ങൾ സാക്ഷാത്കൃതമായി. ഇതാ ഞാൻ പുതിയ കാര്യങ്ങൾ പ്രസ്താവിക്കുന്നു. മുള പൊട്ടുന്നതിനു മുൻപേ ഞാൻ നിങ്ങൾക്ക് അവയെപ്പറ്റി അറിവ് തരുന്നു. ദൈവത്തിൻ്റെ വിജയം. കർത്താവിന് ഒരു പുതിയ ഗീതം ആലപിക്കുവിൻ. ഭൂമിയുടെ അതിർത്തികളിൽ നിന്ന് അവിടുത്തെ മഹത്വം പ്രകീർത്തിക്കുവിൻ. സമുദ്രവും അതിലുള്ളവയും തീരദേശങ്ങളും അവയിലെ നിവാസികളും ആർത്തട്ടഹസിക്കട്ടെ. മരുഭൂമിയും അതിലെ നഗരങ്ങളും കേദാർ അധിവസിക്കുന്ന ഗ്രാമങ്ങളും സ്വരമുയർത്തട്ടെ. സേല നിവാസികൾ സന്തോഷിച്ച് ഗീതമാലപിക്കട്ടെ. മലമുകളിൽ നിന്ന് ഉദ്ഘോഷിക്കട്ടെ. അവർ കർത്താവിനെ മഹത്വപ്പെടുത്തട്ടെ. തീരദേശങ്ങളിൽ അവിടുത്തെ സ്തുതി പാടി ഉദ്ഘോഷിക്കട്ടെ. കർത്താവ് വീരപുരുഷനെ പോലെ മുന്നേറുകയും യോദ്ധാവിനെ പോലെ കോപം ജ്വലിപ്പിക്കുകയും ചെയ്യുന്നു. അവിടുന്ന് പോർവിളി മുഴക്കുകയും ശത്രുക്കൾക്കെതിരെ ശക്തി പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു. വളരെ കാലം ഞാൻ നിശബ്ദത പാലിച്ചു. എന്നെ തന്നെ നിയന്ത്രിച്ച് ശാന്തനായി കഴിഞ്ഞു. അപ്പോൾ ഈറ്റുനോവെടുത്തവളെ പോലെ നിലവിളിക്കുകയും നെടുവീർപ്പിടുകയും കിതയ്ക്കുകയും ചെയ്യും. പർവ്വതങ്ങളും കുന്നുകളും ഞാൻ തരിശാക്കുകയും അതിലെ സസ്യങ്ങളെ ഉണക്കിക്കളയുകയും ചെയ്യും. നദികളെ ദ്വീപുകളാക്കുകയും തടാകങ്ങൾ വറ്റിക്കുകയും ചെയ്യും. അജ്ഞാതമായ മാർഗത്തിൽ കുരുടരെ ഞാൻ നയിക്കും. അപരിചിതമായ പാതയിൽ അവരെ ഞാൻ നടത്തും. അവരുടെ മുൻപിലെ അന്ധകാരത്തെ ഞാൻ പ്രകാശമാക്കുകയും ദുർഘടദേശങ്ങളെ നിരപ്പാക്കുകയും ചെയ്യും. ഇവയെല്ലാം ഞാൻ അവർക്ക് ചെയ്തു കൊടുക്കും. അവരെ ഉപേക്ഷിക്കുകയില്ല. കൊത്തുവിഗ്രഹങ്ങളിൽ വിശ്വസിക്കുകയും വാർപ്പ് ബിംബങ്ങളോട് നിങ്ങൾ ഞങ്ങളുടെ ദേവന്മാരാണ് എന്ന് പറയുകയും ചെയ്യുന്നവർ അത്യധികം ലജ്ജിച്ച് പിന്തിരിയേണ്ടി വരും. ജനത്തിൻ്റെ അന്ധത. ബധിരരെ കേൾക്കുവീൻ, അന്ധരെ നോക്കിക്കാണുവീൻ. എൻ്റെ ദാസനല്ലാതെ ആരുണ്ട് കുരുടനായി? ഞാൻ അയക്കുന്ന ദൂതനെ പോലെ ബധിരൻ ആരുണ്ട്? എൻ്റെ വിശ്വസ്തനെ പോലെ കർത്താവിൻ്റെ ദാസനെ പോലെ കുരുടനായി ആരുണ്ട്? അവൻ കണ്ടിട്ടും കാണുന്നില്ല, കേട്ടിട്ടും കേൾക്കുന്നില്ല. കർത്താവ് തൻ്റെ നീതിയെ പ്രതി നിയമത്തെ ഉത്കൃഷ്ടമാക്കാനും മഹത്വപ്പെടുത്താനും പ്രീതി കാണിച്ചു. എന്നാൽ മോഷണത്തിനും കവർച്ചയ്ക്കും അധീനമായ ഒരു ജനമാണിത്. അവർ ഗുഹകളിൽ കുടുങ്ങുകയും കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെടുകയും ചെയ്തു. രക്ഷിക്കാൻ ആരുമില്ലാതെ അവർ ശത്രുക്കൾക്ക് ഇരയായി തീർന്നു. തിരിച്ചു കൊടുക്കുക എന്ന് പറയാൻ ആരുമില്ലാതെ അവർ കൊള്ള ചെയ്യപ്പെട്ടു. ഇതിന് ചെവി കൊടുക്കുകയും ഭാവിയിലേക്ക് ചെവി ഓർത്തിരിക്കുകയും ചെയ്യാൻ നിങ്ങളിൽ ആരുണ്ട്? യാക്കോബിനെ കൊള്ളക്കാർക്കും ഇസ്രായേലിനെ കവർച്ചക്കാർക്കും വിട്ടുകൊടുത്തതാരാണ്? കർത്താവ് തന്നെയല്ലേ. നാം അവിടുത്തേക്കെതിരെ പാപം ചെയ്തു. അവിടുത്തെ മാർഗത്തിൽ അവർ ചരിച്ചില്ല. അവിടുത്തെ നിയമങ്ങൾ അനുസരിച്ചില്ല. ആകയാൽ അവിടുന്ന് തൻ്റെ കോപാഗ്നിയും യുദ്ധവീര്യവും യാക്കോബിൻ്റെ മേൽ വർഷിച്ചു. അത് ചുറ്റും ആളി പടർന്നിട്ടും അവൻ പഠിച്ചില്ല. പൊള്ളലേറ്റിട്ടും അവന് ഉള്ളിൽ തട്ടിയില്ല. പ്രിയ ദൈവജനമേ, ബാബിലോണിയൻ പ്രവാസത്തിൻ്റെ കഠിനമായ വേദനയിൽ കഴിഞ്ഞിരുന്ന ഇസ്രായേൽ ജനതയ്ക്ക് പ്രത്യാശയുടെ കിരണങ്ങൾ നൽകുന്ന പശ്ചാത്തലത്തിലാണ് ഈ 42-ാം അധ്യായം ആരംഭിക്കുന്നത്. രാഷ്ട്രീയമായി തകർന്ന് അന്യനാട്ടിൽ അടിമകളായി കഴിഞ്ഞിരുന്ന യഹൂദരോട് ദൈവത്തിൻ്റെ വിശ്വസ്തനായ ഒരു ദാസൻ വരാനിരിക്കുന്നു എന്ന മഹത്തായ പ്രവചനമാണ് ഇവിടെ നൽകപ്പെടുന്നത്. ഇതാ എൻ്റെ ദാസൻ, ഞാൻ താങ്ങി നിർത്തുന്നവൻ എന്നു തുടങ്ങുന്ന വചനങ്ങളിലൂടെ ദൈവം തൻ്റെ രക്ഷാകരമായ പദ്ധതി വെളിപ്പെടുത്തുന്നു. പ്രവാസത്തിൻ്റെ ഇരുളിൽ കഴിഞ്ഞവർക്ക് ഒരു പുതിയ പ്രഭാതം വാഗ്ദാനം ചെയ്തുകൊണ്ട് വിജാതിയർക്ക് പ്രകാശമായി മാറുന്ന ഒരു മിശിഹായെക്കുറിച്ച് പ്രവാചകൻ പ്രഘോഷിക്കുന്നു.
അക്കാലത്തെ ബാബിലോണിയൻ സാമ്രാജ്യത്തിൻ്റെ അഹങ്കാരത്തിന് മുകളിൽ ദൈവത്തിൻ്റെ നീതി സ്ഥാപിക്കപ്പെടുമെന്ന ഉറച്ച സന്ദേശമാണിത്. വിഗ്രഹങ്ങളെ ആരാധിക്കുന്നവരുടെ വ്യർത്ഥതയെ പരിഹസിച്ചുകൊണ്ട് സത്യദൈവത്തിൻ്റെ ഏകത്വവും മഹത്വവും ജനത്തിനു മുമ്പിൽ പ്രവാചകൻ വിളിച്ചോതുന്നു. ചരിത്രത്തിൻ്റെ ഗതി മാറ്റാൻ പോകുന്ന ദൈവത്തിൻ്റെ പുതിയ പ്രവൃത്തിയെക്കുറിച്ചുള്ള വിളംബരമായാണ് ഇത് ഇസ്രായേലിൽ മുഴങ്ങിക്കേൾക്കുന്നത്. ഈ 42-ാം അധ്യായത്തിൽ ഏശയ്യാ പ്രവാചകൻ ദൈവത്തിൻ്റെ ആർദ്രതയും അതേസമയം അവിടുത്തെ നീതിയും ഒരുപോലെ വെളിപ്പെടുത്തുന്ന ഒരു പ്രഘോഷകനായാണ് പ്രത്യക്ഷപ്പെടുന്നത്. തകർന്നുപോയ ഇസ്രായേലിനെ ചതഞ്ഞ ഞാങ്ങണയായും പുകയുന്ന തിരിയായും വിശേഷിപ്പിക്കുമ്പോൾ പ്രവാചകൻ്റെ ഉള്ളിലെ അനുകമ്പയും സ്നേഹവും നമുക്ക് ദർശിക്കാവുന്നതാണ്. ദൈവത്തിൻ്റെ വചനം ജനങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ അദ്ദേഹം അങ്ങേയറ്റം ധീരതയോടെയും എന്നാൽ വിനയത്തോടെയും ദൈവത്തിൻ്റെ ദാസനായി നിലകൊള്ളുന്നു. അന്ധരുടെ കണ്ണ് തുറപ്പിക്കാനും തടവുകാരെ മോചിപ്പിക്കാനും പോകുന്ന ദൈവത്തിൻ്റെ ദാസനെക്കുറിച്ച് വർണ്ണിക്കുമ്പോൾ പ്രവാചകൻ്റെ ഉള്ളിലെ ആത്മീയ തീക്ഷ്ണത വളരെ പ്രകടമാണ്. വരാനിരിക്കുന്ന രക്ഷയെക്കുറിച്ചുള്ള പ്രവചനത്തിൽ അദ്ദേഹം കാണിക്കുന്ന നിശ്ചയദാർഢ്യം പ്രതിസന്ധികളിൽ തളരുന്ന ജനതയ്ക്ക് വലിയൊരു കരുത്തായി മാറുന്നു. ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കാൻ വിസമ്മതിക്കുന്ന സ്വന്തം ജനത്തിൻ്റെ ആത്മീയ അന്ധതയെ തുറന്നു കാട്ടാൻ അദ്ദേഹം കാണിക്കുന്ന ആർജവം ശ്രദ്ധേയമാണ്. ദൈവത്തിൻ്റെ മഹത്വം മറ്റൊരു വിഗ്രഹത്തിനും വിട്ടുകൊടുക്കില്ലെന്ന പ്രഖ്യാപനത്തിലൂടെ പ്രവാചകൻ തൻ്റെ വിശ്വാസത്തിൻ്റെ ആഴം വെളിപ്പെടുത്തുന്നു. ഇന്നത്തെ ലോകത്തിലെ വെല്ലുവിളികളെ നേരിടുന്ന ഒരു വിശ്വാസിക്ക് ഈ അധ്യായം നൽകുന്ന പാഠങ്ങൾ അങ്ങേയറ്റം പ്രസക്തമാണ്. നമ്മെ ചുറ്റിപ്പറ്റിയുള്ള പാപത്തിൻ്റെ ഇരുളിനെ മാറ്റാൻ ക്രിസ്തുവാകുന്ന പ്രകാശത്തിന് മാത്രമേ സാധിക്കൂ എന്ന് നാം തിരിച്ചറിയണം. അനീതിക്കും അസമത്വത്തിനും എതിരെയുള്ള ദൈവത്തിൻ്റെ വിധി ഉറപ്പാണെങ്കിലും അനുദപിക്കുന്നവരോടുള്ള അവിടുത്തെ കാരുണ്യം അതിരുകളില്ലാത്തതാണ്. ചതഞ്ഞ ഞാങ്ങണ പോലെ തകർന്നുപോയ നമ്മുടെ ജീവിത സാഹചര്യങ്ങളെ ദൈവം ഒരിക്കലും തള്ളിക്കളയുകയില്ലെന്ന വലിയ സത്യം നാം ഓരോരുത്തരും മുറുകെ പിടിക്കണം. സഭയുടെ വിശുദ്ധ കൂദാശകളിലൂടെ ഈ ദൈവിക പ്രകാശത്തെ ഉൾക്കൊണ്ട് ലോകത്തിന് നന്മയുടെ വെളിച്ചം പകരാൻ നാം കടപ്പെട്ടവരാണ്. സമകാലിക ലോകത്തിലെ വിഗ്രഹങ്ങളായ പണം, അധികാരം, സുഖഭോഗങ്ങൾ എന്നിവയിൽ നിന്ന് മാറി നിന്ന് ദൈവത്തിൻ്റെ യഥാർത്ഥ ദാസന്മാരായി നാം മാറേണ്ടതുണ്ട്. ആത്മീയ അന്ധതയിൽ നിന്ന് മുക്തരായി ദൈവത്തിൻ്റെ പുതിയ പാതകൾ കാണാനുള്ള കൃപയ്ക്കായി നാം നിരന്തരം പ്രാർത്ഥിക്കണം. ദൈവത്തിൻ്റെ നീതി ലോകത്തിൽ നടപ്പിലാക്കപ്പെടുമെന്ന ഉറച്ച വിശ്വാസം നമ്മുടെ ആത്മീയ യാത്രയ്ക്ക് വലിയൊരു പ്രത്യാശ നൽകുന്നു. ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവ് ആസന്നമായ ഈ അന്ത്യകാല നിമിഷങ്ങളിൽ നാം ഓരോരുത്തരും തീക്ഷ്ണമായ ഒരുക്കത്തിലാണ് ആയിരിക്കേണ്ടത്. കർത്താവ് വരുമ്പോൾ അവിടുത്തെ നീതി മുനമ്പുകളിലും ദ്വീപുകളിലും വരെ വ്യാപിപ്പിക്കുമെന്നും പാപികൾ ശിക്ഷിക്കപ്പെടുമെന്നും ഈ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അവസാന കാലഘട്ടത്തിലെ ക്ലേശങ്ങളിൽ പതരാതെ യഥാർത്ഥ പ്രകാശമായ യേശുവിനെ സാക്ഷ്യം വഹിക്കാൻ നാം വിശുദ്ധിയിൽ ഓരോ ദിവസവും ജീവിക്കണം. പ്രിയ സഹോദര സഹോദരി, നമ്മുടെ അന്തരംഗങ്ങളിലെ പാപകറകളെ കഴുകിക്കളഞ്ഞ് ആത്മീയ ഒരുക്കത്തോടെ ആ സ്വർഗീയ വിരുന്നിനായി നമുക്കും കാത്തിരിക്കാം. ന്യായവിധിയുടെ ദിവസം ഭയാനകമായിരിക്കുമെങ്കിലും കർത്താവിനായി കാത്തിരിക്കുന്നവർക്ക് അത് വലിയൊരു വിമോചനത്തിൻ്റെ ദിനമായിരിക്കും. ദൈവത്തിൻ്റെ കരുണയുടെ വാതിലുകൾ അടയുന്നതിന് മുമ്പ് പശ്ചാത്താപത്തിൻ്റെ കണ്ണുനീരോടെ അവിടുത്തെ സന്നിധിയിലേക്ക് നമുക്കും മടങ്ങിച്ചെല്ലാം. ലോകാവസാനം വരെ നമ്മോടൊപ്പം ഇരിക്കുമെന്ന് വാഗ്ദാനം ചെയ്ത കർത്താവിൻ്റെ മഹത്വത്തിനായി നമുക്ക് പ്രത്യാശയോടെ ഒരുങ്ങാം. സർവശക്തനായ ദൈവം നിങ്ങളെയും നിങ്ങളുടെ കുടുംബാംഗങ്ങളെയും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളെയും തൻ്റെ പുത്രൻ്റെ തിരുരക്തത്താൽ കഴുകി വിശുദ്ധീകരിച്ച് പരിശുദ്ധാത്മാഭിഷേകത്താൽ നിറയ്ക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.